ബിഗ് ബോസ് ഹൗസിലെ അടിയോടടി പൊരിഞ്ഞടി പല സ്ഥലങ്ങളിലും പല ആൾക്കാരും പല കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാലപ്പടക്കം പൊട്ടുന്നത് പോലെ അവിടെ ഇവിടെ എല്ലാ അടിയായിരുന്നു ഇന്നലെ. അപ്പൊ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പൊ ഇന്നലെ നമ്മുടെ എപ്പിസോഡ്, അതായത് ഇന്നലെ ഡേ 5 ആയിരുന്നു. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഡേ 5 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ 5ാം ദിവസമായ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് നോക്കാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ രേണു സുധി കരയുന്നത് കൊണ്ടാണ്, കാണിച്ചുകൊണ്ടാണ്. അതായത് ക്യാമറയ്ക്ക് മുന്നിൽ ഒറ്റയ്ക്ക് ഇരുന്ന് രേണു സുധി കരഞ്ഞാണ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നത്. അറിഞ്ഞൂടാ ഇനി അത് രേണു സുധിയുടെ സ്ട്രാറ്റജി ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനുശേഷം കരച്ചിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അനീഷുമായിട്ട് രേണു ഒരു അടിപൊളി വഴക്കായിരുന്നു. ഭയങ്കര ഒച്ചയെടുത്ത് രണ്ടുപേരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ അടി ഇന്നലെ അതായിരുന്നു പൊട്ടിയത്. അവര് തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. അതിനുശേഷം നമ്മൾ അടുക്കളയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഇതുവരെ അടുക്കളയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള അടികളൊന്നും പുറപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നലെ അതിനും തുടക്കം കുറിച്ചു എന്നാണ് തോന്നുന്നത്. ഒനിയിലും റെനയും തമ്മിലായിരുന്നു ഇഷ്യൂ. അങ്ങനെ ഒനിയിൽ എന്തൊക്കെയോ റെനനെ പറയുന്നുണ്ട്, പുഴുന്നും കീടാണുന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. റെനെ അത് ഓപ്പോസ് ചെയ്ത് ഒനിലിന്റെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ വന്ന് റെനയുടെ നേരെ പറഞ്ഞു, ഇങ്ങനെ പുറകെ നടന്ന് ഇത് ചെയ്യരുത്, അയാൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാണ്, അയാൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പൊ മറ്റൊരു ഇഷ്യൂ തുടക്കം കുറിച്ചു. അപ്പൊ അത്ര ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് റെനയുടെ കൺട്രോൾ പോയിട്ട് റെന കരഞ്ഞു. അങ്ങനെ അവള് ഫുഡൊന്നും കഴിക്കാതെ അത് റെഫ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്കിലി ടാസ്കിൽ ജയിച്ച അക്ബറിന് പണിപ്പുരയിൽ പോകാനുള്ള സമയം. അപ്പൊ ഇത്തവണ ബിഗ് ബോസ് അനൗൺസ്മെന്റ് നടത്തി. അതായത് പണിപ്പുരയില് അക്ബറിന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഹൗസിലുള്ളവർക്കുള്ള ഒന്നുമില്ല. അക്ബറിന്റെ ഡ്രസ്സുകളും പിന്നെ അക്ബറിന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അക്ബർ പണിപ്പുരയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കാനായിട്ട് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞപ്പോ ബിഗ് ബോസ് ചോദിച്ചു, എല്ലാരും ഇപ്പോഴത്തെ രീതിയിൽ ഹാപ്പി ആണോ, ഡ്രസ് ഇല്ലാതെ ഫുഡ് ഇല്ലാതെ ഹാപ്പി ആണോ ചോദിച്ചപ്പോ നമ്മുടെ അനീഷ് മാത്രം പറഞ്ഞു അവൻ ഹാപ്പി ആണെന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോഴത്തേന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടി അനീഷിന്റെ നേരെ ഓപ്പോസ് ചെയ്ത് അവിടെയും ചെറിയൊരു ഇഷ്യൂ പുറപ്പെട്ടു. അതിനുശേഷം എന്താണ് നമ്മുടെ അക്ബർ അകത്തേക്ക് പോയിട്ട് അവൻ എടുത്തത് അവന്റെ ഡ്രസ്സ് ഒന്നും അല്ല എടുത്തത്, അവൻ ഫുഡാണ് എടുത്തത്. ഫുഡ് എല്ലാം കൂടി എടുത്ത് തിരിച്ചു വന്നു. അപ്പൊ എല്ലാവർക്കും കൂടി കഴിക്കാവുന്ന രീതിയിൽ അവൻ ഫുഡ് എല്ലാം കൂടി മാക്സിമം ഫുഡ് കളക്ട് ചെയ്ത് അവൻ പുറത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ അനീഷ് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു എന്തൊക്കെ ഐറ്റംസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അനീഷ് പറയുകയാണ് ഇത് പോയിന്റ്സ് എക്സീഡ് ചെയ്തു, കുറച്ച് തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ അനീഷിന്റെ നേരെ അനീഷ് ബിഗ് ബോസ് ആണോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെ വേറൊരു ഇഷ്യൂ ക്രിയേറ്റ് ആയി. ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ശാന്തമായിരുന്നപ്പോഴായിരുന്നു ബെഡ്റൂമിൽ നമ്മുടെ ആര്യനും തമ്മിൽ വീണ്ടും ചെറിയ ഇഷ്യൂസ് ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടു. അവര് തമ്മിലുണ്ടായിരുന്ന അടിയിലും ആൾക്കാർ കയറി ഇടപെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ അനു മാറിയിരുന്ന് കരയുന്നത് കണ്ടപ്പോ അവിടെ ആൾക്കാർ പറയാൻ തുടങ്ങി ഇത് അനുവിന്റെ കരച്ചിൽ കാർഡ് എടുത്ത് തുടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെയും ഇഷ്യൂസ് വന്നു. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ക്യാപ്റ്റൻസി ടാസ്കിനുള്ള സമയമായിട്ടുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ വീക്ക്ലി ടാസ്കിൽ പോയിന്റ്സ് കളക്ട് ചെയ്തതിൽ നിന്നും ഒരു 3 പേരെ സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ഷാനവാസിനും ബിന്നിക്കും അഭിലാഷിനുമായിരുന്നു. അവരാണ് വീക്ക്ലി ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് പാവക്കൂത്തായിരുന്നു കേട്ടോ. അതായത് ഗാർഡൻ ഏരിയയിൽ 3 പേരുടെയും പടമുള്ള പാവകളെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവര് ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ട് ഇവര് എന്താണ് കമ്പ് കൊണ്ട് അടിച്ചിടണം. അപ്പൊ ആരുടെ പാവയാണോ, ആരടിച്ചിടുന്നു എന്നുള്ളതിലല്ല കാര്യം, ആരുടെ മുഖമുള്ള പാവയാണോ ആദ്യം താഴെ വീഴുന്നത് അവരായിരിക്കും ഈ വട്ടത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഷാനവാസ് ആണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ. ഷാനവാസ് ആയിരുന്നു. അപ്പം ക്യാപ്റ്റൻസി ടാസ്ക് നടന്ന ആ സമയം തന്നെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ, ജയിൽ ടാസ്ക്. അതായത് ജയിലിലേക്ക് പോകാൻ ആരാണെന്ന് നമുക്ക് തീരുമാനിക്കേണ്ട സമയമായി. അപ്പൊ അത് ബിഗ് ബോസ് പറഞ്ഞപ്പം ഈ വട്ടത്തെ ക്യാപ്റ്റൻ, ഈ വീക്കിലെ ക്യാപ്റ്റനായ അനീഷിന് ഒരു പ്രത്യേക പവർ കൊടുത്തു. അതായത് ഡയറക്റ്റ് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അനീഷ് അത് നോമിനേറ്റ് ചെയ്തത് ശരത്തിനെ ആയിരുന്നു. അപ്പോ ശരത്ത് ഡയറക്റ്റ് നോമിനേറ്റഡ് ടു ജയിലായി. പിന്നീട് എല്ലാവരും കൂടി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ അനുമോളെ ആയിരുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ജയിലിലേക്ക് പോകുന്നത് നമ്മുടെ അനുമോളും ശരത്തുമായിരുന്നു കേട്ടോ. അപ്പൊ ഈ ജയിലിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന്റെ മുന്നോടിയായിട്ടൊക്കെ അനീഷും ശരത്തും ഒക്കെ തമ്മിൽ അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയിൽ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോ ബിൻസിയും നെവിനും തമ്മിൽ അവിടെ വീണ്ടും അടിയായിരുന്നു ഇന്നലെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ബിൻസിയും നെവിനും തമ്മിലൊക്കെ അടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ അനുമോളെയും ശരത്തിനെയും കൊണ്ട് ജയിലിലിട്ടിട്ട്
ജയിലിൽ ചെന്നിട്ട് അനുമോളും ശരത്തും കൂടി വീണ്ടും അനീഷിന് നേരെ വഴക്കിട്ട് അതാകപ്പാടെ സീനായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ ഫുൾ അടിയായിരുന്നു. എന്നിട്ട് ജയിലിലുള്ളവർക്ക് ഇന്നലെ ടാസ്ക് കിട്ടി, ചപ്പാത്തി പരത്തി കൊടുക്കാനായിട്ട് ടാസ്ക് കിട്ടി, കുഴച്ച് പരത്തി കൊടുക്കണം കേട്ടോ. അത് പല ഷേപ്പില്, അതായത് ട്രയാങ്കിള്, സ്ക്വയർ, റെക്ടാങ്കിള്, സർക്കിള്, അങ്ങനെ പല ഷേപ്പിലുള്ള ചപ്പാത്തി പരത്തി കൊടുക്കാന്നുള്ള ടാസ്ക് ഒക്കെ ആയിരുന്നു. അതിന്റെ ഇടയിലും ചില ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ, വാഷ്റൂമിൽ പോകാനായിട്ട് ഈ ശരത്തിനെ അനുമോളെയും കൊണ്ട് അനീഷ് പോയ സമയത്ത് അവർ അവിടെ നിന്ന് സ്കിപ്പായിട്ട് കിച്ചണിലേക്ക് പോകുന്നതും നമ്മുടെ അനീഷ് അവരെ കണ്ടെത്തുന്നതും ഒക്കെയുള്ള ചെറിയ ചെറിയ രീതിയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് പാതിരാത്രിയിലാണ് നടന്നത്. ഈ സമയം നമ്മുടെ പുകഞ്ഞ കൊള്ളികളൊക്കെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി അറിഞ്ഞൂടാ, ഇന്നലെ ഫുൾ അടിയോടടിയായിരുന്നു. ഇനി ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്, നമ്മുടെ ലാലേട്ടൻ വരുന്ന ദിവസമാണ്. ആർക്കൊക്കെ ലാലേട്ടൻ പണി കൊടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പൊ ഇന്നലെ ഇതൊക്കെയായിരുന്നു പ്രത്യേകിച്ച് സംഭവിച്ചത്. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.